ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആനയെ കാണണം. നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും ആനയെ കാണുന്ന എന്താ ഇത്ര പുതുമാന്ന്. ഇത് നാട്ടാനയല്ല, നല്ല ഒന്നാന്തരം കാട്ടാന. ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരു കൂട്ടം കാട്ടാനകളാണ്. ഇതിൽ തന്നെ ഏകദേശം ഒരു 25 ആനകളുണ്ട്. ഈ ആനക്കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലായിക്കോട്ടെ, വേറെ ഒരു സ്ഥലത്ത് ഇതുപോലെ കൂട്ടമായിട്ട് ആനകളെ സ്ഥിരമായി കാണാറില്ല. പിന്നെ ഈ ഒരു സ്ഥലം ഒരു നാഷണൽ പാർക്കോ അല്ലെങ്കിൽ ബൗണ്ടറി കെട്ടി തിരിച്ച് നിൽക്കുന്ന ആന വളർത്തൽ കേന്ദ്രമോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. ഞാൻ തന്നെയാണെങ്കിലും ഞാൻ പല ഫോറസ്റ്റ് സഫാരിക്കും നാഷണൽ പാർക്കുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആനയെ കാണുന്ന ആ ഒരു ഫീൽ നമുക്ക് വേറെ എങ്ങും കിട്ടില്ല. അതായത് നമ്മളൊരു സേഫ് ഡിസ്റ്റൻസിൽ ഒരു 50 മീറ്റർ 60 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നിട്ട് നമുക്ക് ലൈവായിട്ട് വൈൽഡായിട്ടുള്ള ആനേനെ കാണാമെന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലാണ്. നമുക്കത് പറയാൻ പറ്റില്ല. അത് ഈ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഈ ആനകൾ സ്ഥിരമായിട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ വന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൽ മിനറൽ കണ്ടൻറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഈ ആനയില്ലാത്ത സമയങ്ങളിൽ നമ്മൾ ആ വെള്ളത്തിൽ അടുത്ത് പോയി നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് ഇങ്ങനെ ബബിൾസ് പൊങ്ങി വീഴുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമേ ഈ ആനകൾ വെള്ളം കുടിക്കാറുള്ളൂ. അതിന് മുകളിൽ സ്ഥലമുണ്ട്, താഴെ സ്ഥലമുണ്ട്, പക്ഷെ അത് കുടിക്കാറില്ല.